പ്രിയമുള്ളവരെ, റാഫിയടൂരാണേ. നമ്മുടെ ഇന്നത്തെ യാത്ര മസ്കറ്റിലെ സൂറിലുള്ള ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ചെന്ന് കേൾക്കുമ്പം ആരും സ്കിപ്പ് ചെയ്ത് പോരുതേ. കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കടൽ തീരമാണ്. നമ്മുടെ നാട്ടിലെ വർക്കല ബീച്ചൊക്കെ ഇല്ലേ, ടോപ്പിൽ നിന്ന് കാണുന്ന ഒരു ബീച്ച്, ആ ഒരു മോഡലൊക്കെ വരും. പക്ഷേ ഇതിൻ്റെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ കാഴ്ചകളാണ്. പിന്നെ ഈ ബീച്ചിനൊരു പ്രത്യേകത കൂടിയുണ്ട്. മുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സമയം മാറും, അല്ലെങ്കിൽ ഫോൺ റോമിങ് ആവും. ഇത് യമൻ സമയമാണെന്നും പറയുന്നുണ്ട്, പാകിസ്ഥാനി സമയമാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു പ്രത്യേകത നിറഞ്ഞ ബീച്ചാണ്, കിടിലൻ സ്പോട്ടാണ് മസ്കറ്റിലെ സൂറിനടുത്തുള്ള ഈ ഒരു ഷിയാ ബീച്ച്. പിന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന വഴിയൊക്കെ വളരെ സെറ്റപ്പാണ് കേട്ടോ. പാറയുടെ മുകളിൽ ചെറുതായിട്ട് കോൺക്രീറ്റിൽ ഇതുപോലെ ചെറിയ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. നെക്സ്റ്റ് ലെവൽ വൈബ് കിട്ടുന്ന കിടിലൻ ബീച്ചാണിത്. ഒരു പച്ച കലർന്ന നീല നിറമാണ് ഈ ഒരു ബീച്ചിനുള്ളത് കേട്ടോ. രണ്ട് തട്ടായിട്ടാണ് ഈ ഒരു ബീച്ച് കിടക്കുന്നത്. മുകളിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. പിന്നെ ഈ ബീച്ചിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല രീതിയിൽ ശക്തിയായിട്ട് കാറ്റടിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കാറ്റടിച്ച് നമ്മൾ വെള്ളത്തിൽ വീഴും. അത്രയ്ക്ക് കടൽ നല്ല തിരമാല അടിക്കുന്നൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ നമ്മൾ ദൂരെ നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നല്ല ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ അപ്പുറവശത്താണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പ്രത്യേകത ഉള്ളൊരു സ്ഥലം കാണുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ.